Welcome to another section of question discussion about nursing management and education. So let's start. The first question, which of the following is the most important issue in emergency? I mean emergency department ഏറ്റവും കൂടുതൽ difficulty വരുന്ന ഏതിനെയാണ്? Then first security ആണ്, inadequate staffing, triage, inadequate supply. That means security, it's not always means most important ആണ്. This is the strategic way, then that we have to focus. Security alla, inadequate staffing also is a problem, but this is not the most important. Then inadequate supply also always the problem, but this is not the most important issue അല്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ട്രയാജ് ആണ്. ട്രയാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റഗറൈസേഷൻ ഓഫ് പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് ട്രയാജിൽ വരും, എമർജൻസിയിൽ വരുന്നതാണ്. എസ്പെഷ്യലി ഔട്ട്സൈഡ് ആക്സിഡൻറ്റുകൾ എല്ലാം വന്നു കഴിയുമ്പോൾ പേഷ്യൻറ്റ് കാറ്റഗറൈസ് ചെയ്യും. മീൻസ് ബ്ലാക്ക് ഏതാണ്, വൈറ്റ് ഏതാണ്, റെഡ് ഏതാണ്, നമുക്ക് അതിൻ്റെ കളർ കോഡൊക്കെ അറിയാവുന്നതാണ്. ബ്ലാക്ക് ഡെത്താണ്, ഇങ്ങനെ ഓരോന്നിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക. അതാണ് അവിടുത്തെ ഏറ്റവും മീൻസ് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. ചില ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ട്രയാജ് എന്നൊക്കെ ഇടാറുണ്ട്. അതങ്ങനെ ഇടുന്ന ആ ട്രയാജ് വന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം എന്ന് കാറ്റഗറൈസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാണ് അവരതിടുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കാഷ്വാലിറ്റി എന്നൊക്കെയാണ് ഇടുന്നത്. സോ ദ ആൻസർ ഈസ് സി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ? നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലാത്ത ഏത്? ന്യൂക്ലിയർ വാർഫെയർ, മീൻസ് ഫ്ലഡ്, ഡ്രൗട്ട് ആൻഡ് എർത്ത്. ഡ്രൗട്ട് മീൻസ് ഒന്ന് വരൾച്ച, ഇതൊന്നുമല്ല, ഏറ്റവും നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലാത്തതാണ്. അപ്പോൾ ന്യൂക്ലിയർ വാർഫെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഇൻ മാൻ പവർ പ്ലാനിങ്? മാൻ പവർ പ്ലാനിങ്ങിൽ ഇനീഷ്യൽ സ്റ്റെപ്പ്, മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ്, കോർഡിനേഷൻ, ഓർഗനൈസേഷൻ, ഡിറ്റർമൈനിങ് ദ റിക്വയർമെൻറ്റ്. അപ്പം മാൻ പവർ പ്ലാനിങ്, അതായത് എന്തോരം മാൻ പവർ വേണം, സ്റ്റാഫ് വേണം, ഡോക്ടേഴ്സ് വേണം, ഹൗസ് കീപ്പിംഗ് വേണം, ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ട്രെയിനിങ്, കോർഡിനേഷൻ, ഓർഗനൈസേഷൻ ഇതൊക്കെയാണോ? അല്ല. ട്രെയിനിങ് വേണം, അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ കോർഡിനേഷനും ഓർഗനൈസേഷനും ഒക്കെ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് വരും. ഡിറ്റർമൈൻ ദ റിക്വയർമെൻറ്റ്, അതായത് അവിടെ എന്തോരം റിക്വയർമെൻറ്റ്, എത്ര പെർസെൻറ്റേജ് സ്റ്റാഫിംഗ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. സോ ആൻസർ ഈസ് ഡി. Another question, which of the following is not a function of human resource management? Human resource management ഫംഗ്ഷൻ അല്ലാത്തത്, നോട്ട് എ ഫംഗ്ഷൻ. ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ ഇതായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അപ്പം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ, ഒരുപാട് പേര് എക്സാമിന് പോകുമ്പോൾ അന്നേരം ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് അവർ മെയിനായിട്ടും സ്കോർ കളയുന്നത്. നോട്ട് ദ ഫംഗ്ഷൻ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് റിക്രൂട്ട്മെൻറ്റ്, സൊല്യൂഷൻ, ജോബ് അനലൈസിസ്, ഡയറക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അണ്ടറിലുള്ള സ്റ്റാഫിങ്ങിൻ്റെ ഇത് വരുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ് വരും, സൊല്യൂഷൻസ് എല്ലാം വരണം, ജോബ് അനലൈസിസും അവരാണ് വരുന്നത്. ഡയറക്ഷൻ ഓൾവേസ് ഹ്യൂമൻ റിസോഴ്സ് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ദിസ് ഈസ് സി ഈസ് ദ ആൻസർ. Another thing, which of the following members are not in the community health team in human resource management? അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ടീം, ഒരു HR മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു HR എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫിനാൻസ് HR അല്ല, അല്ലാതെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് മെഡിക്കൽ ഓഫീസർ, ട്രഡീഷണൽ ബർത്ത് അസിസ്റ്റൻറ്റ്, കമ്മ്യൂണിറ്റി നേഴ്സ്, വാർഡ് ബോയ്. നമ്മൾക്കറിയാം അതായത് മെഡിക്കൽ ഓഫീസറും കമ്മ്യൂണിറ്റി നേഴ്സും വാർഡ് ബോയും വേണം. ട്രഡീഷണൽ ബർത്ത് അസിസ്റ്റൻറ്റ് ഇപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പർപ്പസസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാന്ന് നമുക്കറിയാം, ഒരു എംപ്ലോയി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യേണ്ട ജോബ് കംപ്ലീറ്റ് എഴുതി നമുക്ക് മീൻസ് എപ്പോഴാണ് ജോയിൻ ചെയ്യുമ്പോൾ തരുന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ്? സോ ജോബ് അനലൈസിസ് ആണ്, റിക്രൂട്ട്മെൻറ്റ്, സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്, നമുക്ക് ആ ജോബ് കണ്ടിട്ടാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അനുസരിച്ചാണ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഏത് ജോബ് ഡിസ്ക്രിപ്ഷനിലേക്കാണ് ആൾ വേണ്ടതെന്നനുസരിച്ച് റിക്രൂട്ട് ചെയ്യും.
പിന്നെ ജോബ് അനലൈസിസ് ചെയ്തിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ സ്റ്റാഫ് ഡെവലപ്മെൻറ്റിനും ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു 20 ഉണ്ട് പോയിൻ്റായിട്ട് ചെയ്തേക്കുന്നത്. ഈ സ്റ്റാഫിന് അതിൽ ഏതെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കും. അതാണ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്. അത് സ്റ്റാഫ് തന്നെ എഴുതരും, ഇതിൽ ഞാൻ വീക്കാണ്, അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. സോ ഓൾ ഓഫ് ദ എബോ ആണ് എൻ്റെ ആൻസർ, ഓൾ ഓഫ് ദ എബോ. So next, which of the following is a function of nursing supervisor? നഴ്സിംഗ് സൂപ്പർവൈസറിൻ്റെ ഫങ്ഷന് ഏതൊക്കെയാണ്? അതിൻ്റെ അത് നമുക്ക് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോർഡിനേറ്റീവ്, ലീഡർ ആൻഡ് സൂപ്പർവൈസർ. ഇവർ ചോദിച്ചിരിക്കുന്ന ഫങ്ഷൻസ് ഓഫ് നഴ്സിംഗ് സൂപ്പർവൈസറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ ഒരു ഫംഗ്ഷനേ പറയുന്നുള്ളൂ, അതിതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആൻഡ് കോർഡിനേറ്റീവ് ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും കോർഡിനേറ്റീവ് ഫംഗ്ഷനും ഉണ്ട്. ലീഡർ ആൻഡ് സൂപ്പർവൈസർ ഇതവരുടെ റോളാണ്. റോളും ഫംഗ്ഷനും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. സോ ആൻസർ ഈസ് എ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ഇൻ ജനറൽ വാർഡ് വിതിൻ എ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് വിത്ത് സ്കൂള്? അതായത് നഴ്സിംഗ് സ്കൂളോ നഴ്സിംഗ് കോളേജോ ഒക്കെ അറ്റാച്ച്ഡുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ജനറൽ വാർഡിൻ്റെ, ദാറ്റ് മീൻസ് സ്റ്റാഫ് ഉള്ളപ്പോൾ ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ജനറൽ വാർഡിൻ്റെ 2:10 അല്ല, ദാറ്റ് മീൻസ് 2:10 മീൻസ് 1:5 എന്നല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുള്ളൂ എപ്പോഴും 1 പിന്നെ 1:3 അല്ല, ICUവിൻ്റെ ആണ്. 1:2 1:3. 2:6 അല്ല, അത് പ്രൈമറി നഴ്സിങ്ങിനാണ്. ഇതാണ് എൻ്റെ 1:5 ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റും കൂടെ അതിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഡി. നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റോൾ ഓഫ് നേഴ്സ് ഇൻ എ ആസ് എ മാനേജർ? ഒരു മാനേജർ എന്ന നിലയിൽ ഏതാണ് ഇതിൻ്റെ അത്? ഇത് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുള്ളതാണ് അഡ്മിനിസ്ട്രേഷനിൽ. ഇൻ്റർപേഴ്സണൽ റോള്, ഇൻഫർമേറ്റീവ് റോൾ, ഡിസിഷണൽ റോൾ, ഓൾ ഓഫ് ദ എബോ. ഓഫ് കോഴ്സ് എല്ലാം ഉണ്ട്. ഇൻ്റർപേഴ്സണൽ വേണം, ഇൻഫർമേഷൻ വേണം, ഡിസിഷൻ വേണം, ഓൾ ഓഫ് ദ എബോ ആണ്. അപ്പോൾ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഹാസ് ടു ബി ഫോളോഡ് ബൈ എ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ? ഏതെല്ലാം ക്രൈറ്റീരിയ ആണ് എ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത്? പ്രിപ്പയർ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ, കോറിലേഷൻ ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്, നൺ ഓഫ് ദ എബോ. ഇതാണോ അത് എല്ലാം ആണോ? ഓഫ് കോഴ്സ് കോറിലേഷൻ ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് അവർ അനുസരിച്ച് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇതാണ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറുടെ ജോലി. സോ ആൻസർ സി ആണ്. ഏതാണ്? ബോത്താണ്. എ ആൻഡ് ബി അതിൽ വരും. നെക്സ്റ്റ് അതാണ് കേസ് മെത്തേഡ് ഈസ്. കേസ് മെത്തേഡ് നമ്മൾ കേട്ടേക്കുന്നതാണ്. കേസ് മെത്തേഡ് ഈസ് എ എന്നാണ് ചോദിക്കുന്നത്. കേസ് മെത്തേഡ് ഈസ് എ ഫങ്ഷണൽ ആക്ടിവിറ്റി, കേസ് മാനേജ്മെൻറ്റ്, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്. അതായത് കേസ് മെത്തേഡ് മീൻസ് എന്താണ്? കേസ് മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് കേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? കേസ് മെത്തേഡ് പല രീതിയിലുണ്ട്. അഡ്മിനിസ്ട്രേഷനിലും കേസ് മെത്തേഡുണ്ട്. ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിന് വേണ്ട ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കേസാണത്. പേഷ്യൻ്റ് കേസും അതുപോലെ തന്നെയാണ്. അപ്പോൾ പേഷ്യൻ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കേസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കേസ് മെത്തേഡ്. അപ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസാണ്. കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂടിയാലാണ് ഒരു കേസ് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് ആക്റ്റീവാണ്. ഫങ്ഷണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കേസിൽ മീൻസ് ഫങ്ഷൻ ആക്ടിവിറ്റി ഒരൊറ്റ പർട്ടിക്കുലർ കാര്യം മാത്രം ചെയ്യും, ഒരു ഫങ്ഷൻ മാത്രം ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫങ്ഷണൽ ആക്ടിവിറ്റി, ഫങ്ഷണൽ നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതല്ല കേസ് മാനേജ്മെൻറ്റേ അല്ല, ക്ലയൻറ്റ് മാനേജ്മെൻ്റ് അല്ല, ഇതൊരു മെത്തേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ കൊളാബറേറ്റീവ് ആക്ടിവിറ്റിയാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ടുഗദർ ദേ ആർ ഡൂയിങ്. എ is the answer. Then functional nursing is a method of providing. ഫങ്ഷണൽ നേഴ്സിംഗ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ നേഴ്സിംഗ് യൂസ് ചെയ്യുന്നത്? ഫങ്ഷണൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വാർഡിൽ ഒരു നേഴ്സ് ഒരു ഫങ്ഷൻ മാത്രം ചെയ്യും. കുറേ നേഴ്സസ് ആണ്. അത് ഓരോരുത്തർ ലെവൽ അനുസരിച്ചാണ്. BSc GNM അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഒരു സ്റ്റാഫ് നേഴ്സും അല്ല 2 രജിസ്റ്റേർഡ് സ്റ്റാഫ് നേഴ്സും പിന്നെ ANM ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ എടുക്കുന്ന ഒരാൾ, അവരെല്ലാവരും ടെമ്പറേച്ചർ എടുക്കുന്നു. അതായത് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരാൾ, അപ്പോൾ അവരെല്ലാവരും കൊടുക്കുന്നു. അതാണ് ഫങ്ഷണൽ നേഴ്സിംഗ്. ഇതൊരു പേഷ്യൻ്റ് കെയർ ആണ്. എക്യുപ്മെൻറ്റ് കെയർ അല്ല, കെയർ ഓഫ് റെക്കോർഡ്സ് അല്ല, കേസ് മാനേജ്മെൻ്റ് അല്ല, പേഷ്യൻ്റ് കെയർ ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പ്രോഗ്രസീവ് പേഷ്യൻ്റ് കെയർ?
പ്രോഗ്രസീവ് പേഷ്യൻ്റ് കെയർ എന്ന് മീൻസ് ഡോക്ടേഴ്സും നേഴ്സസും ടുഗദർ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി കെയർ ഇൻ ചീപ്പ് കോസ്റ്റ്, അതായത് ലോ എക്സ്പെൻസിൽ ബെസ്റ്റ് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിനാണ് പ്രോഗ്രസീവ് പേഷ്യൻ്റ് കെയർ എന്ന് പറയുന്നത്. അതൊരു ഹോസ്പിറ്റൽ ബേസ്ഡാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡാണ് ഇൻറ്റൻസീവ് കെയർ, അതായത് കോൺസ്റ്റൻറ്റ് കെയർ, ഇൻ്റർമീഡിയറ്റ് കെയർ, ഇതെല്ലാം ഹോസ്പിറ്റൽ ബേസിൽ വരുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കെയർ ആണ്, നോട്ട് ആൻ എലമെൻറ്റിൽ കമ്മ്യൂണിറ്റി കെയർ ആണ് വരുന്നത്. സോ മീൻസ് ആൻസർ ഈസ് ഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈമറി നേഴ്സിംഗ് കെയർ? പ്രൈമറി നേഴ്സിംഗ് കെയറിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. അപ്പോൾ ഈ കാണുന്ന എല്ലാം മീൻസ് ഇതിൻ്റെ അകത്ത് എല്ലാം അഡ്വാൻറ്റേജ് ആണ്, ഒരെണ്ണം അഡ്വാൻറ്റേജ് അല്ല. അപ്പോൾ അഡ്വാൻറ്റേജ് അല്ലാത്തത് പ്രൈമറി നേഴ്സിംഗ് കെയർ മീൻസ് ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ മുതൽ, അത് പ്രൈമറി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ കെയർ പ്ലാൻ എഴുതുന്ന മുതൽ എല്ലാത്തിൻ്റെയും മെയിനായിട്ട് ഇവരായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 2-3 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ രാവിലെ ബെഡ് മേക്കിംഗ് മുതൽ എല്ലാ പ്രൊസീജിയറും ആ നേഴ്സാണ് ചെയ്യേണ്ടത്. അതാണ് പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നാണ് നേഴ്സിംഗ് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ്, ഇങ്ങനെ കുറേ ചെയ്ത് എല്ലാം ചെയ്യാൻ വേണ്ടി പഠിക്കും. ഓഫ് കോഴ്സ് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ആകും. ഏബിൾ ടു യൂസ് വൈഡ് റേഞ്ച് ഓഫ് സ്കില്ല്, എല്ലാം ബെഡ് മേക്കിങ്, ടെമ്പറേച്ചർ എടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുക, എവറിത്തിങ് പഠിക്കും. മെത്തേഡ് പൊട്ടൻഷ്യേറ്റ് ക്രിയേറ്റിവിറ്റി, ഒക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. കാരണം എല്ലാവർക്കും 2-3 പേഷ്യൻ്റ് കാണും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലൊന്നും അവർ വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെത്താനെ ചെയ്ത് പഠിച്ച് ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റിയല്ലാത്തതാണ് ഈസി ടു അഡ്മിനിസ്റ്റർ അല്ല. ഒരേ പേഷ്യൻറ്റിൻ്റെ 2 പേഷ്യൻ്റ് അല്ലെ 3 പേഷ്യൻ്റ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പേഷ്യൻ്റ് വേണമെങ്കിൽ വേറെ ആരും പോലും, കാരണം നമ്മുടെ പേഷ്യൻ്റാണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് ആൻ ഈസി ടു അഡ്മിനിസ്റ്റർ. അത് മാത്രമല്ല ഭയങ്കര നമ്മൾ കുറച്ചുകൂടെ കേപ്പബിൾ ആയിരിക്കണം എല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്കേ പറ്റൂ. സോ ദ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ഹോസ്പിറ്റലിൻ്റെ ഇമ്പോർട്ടൻ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് മോഡൽ? അതായത് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് മോഡലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ടീച്ചർ, മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, അക്കൗണ്ടൻറ്റ്. സ്റ്റാഫ് ഡെവലപ്മെൻ്റ് ആണ്. സ്റ്റാഫ് ഡെവലപ്മെൻറ്റിന് എന്താണ് വേണ്ടത്? മാനേജർ അല്ല, അഡ്മിനിസ്ട്രേറ്റർ അല്ല, ടീച്ചറാണ്. എ മാനേജർ ക്യാൻ ആക്ട് ആസ് എ ടീച്ചർ. ഓഫ് കോഴ്സ് ടീച്ചറാണ് അതിൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ ആൻസർ ഈസ് എ. അടുത്തതാണ് വിച്ച് ഇസ് നോട്ട് വൺ ഓഫ് ദ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലാത്തത് ഓറിയൻറ്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ജോബ് റിലേറ്റഡ് കൗൺസിലിംഗ്. സോ പ്ലാനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലുള്ളതല്ല. പ്ലാനിങ് ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല. സോ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് മീൻസ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഏതാണ്? ഫസ്റ്റ് ഓറിയൻറ്റേഷൻ കൊടുക്കുക. അത് 2-3 ദിവസമൊക്കെയുള്ള പ്രോസസ്സാണ്, നമുക്കറിയാം. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ജോബ് റിലേറ്റഡ് കൗൺസിലിംഗ്, അതായത് അതിനകത്ത് ഏതിലേലും ലാക്കിംഗ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുക. അതാണ് ജോബ് റിലേറ്റഡ് കൗൺസിലിംഗ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. പ്ലാനിങ് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല. നെക്സ്റ്റ്, which of the following is one of the socio-economic functions of the staff development program? Staff development programമിലെ വൺ ഓഫ് ദ സോഷ്യോ ഇക്കണോമിക് ഫങ്ഷൻ ഏതാണ്? അതെ, നേഴ്സിംഗ് പ്രാക്ടീസ് സോഷ്യോ ഇക്കണോമിക് ആണോ? ഇല്ല. ഇൻഡയറക്റ്റ് നേഴ്സിംഗ് കെയർ ഇല്ല. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, മാൻ പവർ പ്ലാനിങ്, ഇതിൻ്റെ അകത്താണ് സോഷ്യോ ഇക്കണോമിക് ഫങ്ഷൻ വരുന്നത്. ഇക്കണോമിക് ഫങ്ഷൻ എവിടെയാണ് വരുന്നത്? മാൻ പവർ പ്ലാനിങ്ങിനാണ്. ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരുന്നത്. സോ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ അകത്താണ് നമുക്ക് സോഷ്യോ ഇക്കണോമിക് ഫങ്ഷൻസ് വരുന്നത്. സോ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ്സ് ദ പേ ആൻഡ് അലവൻസ് ഓഫ് സ്റ്റാഫ് വെൽഫെയർ സ്ട്രക്ചർ ടീച്ചിങ് പ്രോഗ്രാം? അതായത് പേ ആൻഡ് അലവൻസ് ഓഫ് സ്റ്റാഫ് ഇതിൻ്റെ അകത്ത് ഏതാണ്? പേ ആൻഡ് അലവൻസ് ഓഫ് സ്റ്റാഫ് വെൽഫെയർ സ്ട്രക്ചർ ടീച്ചിങ് പ്രോഗ്രാം, അതായത് അലവൻസും എല്ലാം കൊടുത്തുള്ള ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് എന്താണ്? ചിലയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ സ്റ്റുഡൻസിന് പേ ചെയ്യും, പിന്നെ അലവൻസും അങ്ങനെ ഇതിലേതെങ്കിലും ഒക്കെ കൊടുത്ത് ഉള്ളതിന് മെയിനായിട്ടുള്ളത് എന്താണ്?
മെറിറ്റ്, സീനിയോറിറ്റി, ഓപ്പൺ സെലക്ഷൻ, യൂണിഫോമിറ്റി ഓഫ് പേ സ്കെയിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്തില്ല. ദെൻ മെറിറ്റ്, സീനിയോറിറ്റി അനുസരിച്ചല്ല. ഒരു സീനിയർക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നവർക്ക് ഇത്ര, സെക്കൻഡ് ഇയർ അങ്ങനെയില്ല. ഓപ്പൺ സെലക്ഷൻ അല്ല, അതിനൊരു പ്രത്യേക കാറ്റഗറിക്കൊക്കെയാണ് കിട്ടുന്നത്. സോ യൂണിഫോമിറ്റി ഓഫ് പേ സ്കെയിലാണ് ഇതിൻ്റെ അകത്ത് ആൻസർ. സി, യൂണിഫോമിറ്റി ഓഫ് പേ സ്കെയിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് അല്ലാത്തത്. സെയിൽസ് ബഡ്ജറ്റ് ഓർ സെല്ലിംഗ് ബഡ്ജറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ബഡ്ജറ്റ് മീൻസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കെയർ, കാർഡിയാക് കെയർ, റെസ്പിറേറ്ററി പൾമിനോളജിസ്റ്റിൻ്റെ കെയർ, അതിലേതെങ്കിലും ഒരു കെയർ സെല്ല് ചെയ്യുന്നതിന് നമുക്കതിന് എത്ര കോസ്റ്റ്. കാരണം കാർഡിയാക് കെയർ ആണെങ്കിൽ അതിൻ്റെ കൊമിഷൻ അത് ഇതെല്ലാം വാങ്ങി എത്ര കോസ്റ്റ്, നമുക്ക് ഇത്ര വർഷം കൊണ്ട് അല്ല ഒരു വർഷം കൊണ്ട് എത്ര ഏണിങ്, ഇതാണ് സെയിൽസ് ബഡ്ജറ്റിൻ്റെ അകത്ത് വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം നമുക്ക് എക്സ്പെൻസ് ആകും എന്നുള്ളതിന് വെക്കുന്ന ഒരു ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റ് ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതാണ് ഓവറോൾ ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അല്ലാത്ത ആക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു ബഡ്ജറ്റ് ഇല്ല. അതാണ് ഇതിൻ്റെ ആൻസർ. ബി ആണ് ഇതിൻ്റെ ആൻസർ. സോ അനദർ തിങ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റിൻ്റെ പർപ്പസ് എന്താണ്? ബഡ്ജറ്റിൻ്റെ പർപ്പസ്? നമുക്കറിയാം, ടു കൺട്രോൾ ദ വർക്ക് അല്ല, വർക്കായിട്ടൊന്നും ബന്ധമില്ല. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ അല്ല. ടു പ്രിപ്പയർ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ആൻ ഏജൻസി. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് അല്ല. ബഡ്ജറ്റിന് ഓൺലി ഫിനാൻഷ്യലാണ്. അസിസ്റ്റ് ഇൻ അസസ്സിങ് ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ആൻ ഏജൻസി. ബഡ്ജറ്റ് മീൻസ് ഫൈനാൻസ്. ഇത്ര ഓർത്താൽ മതി. എ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇത് മീൻസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അത് നമുക്കറിയാം. ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്. ബഡ്ജറ്റ് പീരീഡ് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ്. അതായത് ബഡ്ജറ്റ് പീരീഡ്, ഞാൻ സൺസെറ്റ് ബഡ്ജറ്റിന് ഒരു ആനുവൽ ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബഡ്ജറ്റിന് ഓഫ് കോഴ്സ് ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്ത എന്താണ്? ഇറ്റ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുന്ന ബഡ്ജറ്റ് അല്ല, അത് അഡ്മിനിസ്ട്രേഷൻ, ഡയറക്ഷൻ അതിൻ്റെ അകത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവായിട്ടോ പോളിസി ആയിട്ടോ പ്രൊസീജിയറിനായിട്ടോ ബഡ്ജറ്റിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആൻസർ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി എ സ്റ്റെപ്പ് ഇൻ എ ബഡ്ജറ്റ്? ബഡ്ജറ്റിൻ്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? റിക്വസ്റ്റ് ദ സബോർഡിനേറ്റ്, റിവ്യൂ ദ ബഡ്ജറ്റ്, അസർട്ടൻ എനി ചേഞ്ചസ്. ഓക്കെ, ഇതിനകത്ത് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്? ഇതിൻ്റെ അകത്തെ സ്റ്റെപ്പാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റെപ്പ് തുടങ്ങുന്നത് തന്നെ റിക്വസ്റ്റ് സബോർഡിനേറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഹോസ്പിറ്റൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ വർഷത്തേക്ക് ആവശ്യം എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ നേഴ്സ് മാനേജറാണ് ഇതിൻ്റെ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്, എത്ര വേണ്ടി വരും എന്ന്. അപ്പോൾ ഒരു എറൗണ്ട് നമ്മൾ കൊടുക്കും, അത് റിക്വസ്റ്റ് ഫസ്റ്റ് ചെയ്യുക. പിന്നെ ആ ബഡ്ജറ്റ് അതിന് എത്ര വേണമെന്ന് റിവ്യൂ ചെയ്യും സീനിയർ മാനേജ്മെൻറ്റ്. ദെൻ എന്തെങ്കിലും ചേഞ്ചസ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അതിൻ്റെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ? ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എന്നാണ്? ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ലെവൽ, അത് അതിൻ്റെ ലിമിറ്റേഷൻ അല്ല. നീഡ് എക്സ്പീരിയൻസ് വേണോ? ലീഡ് എക്സ്പീരിയൻസ് അതിൻ്റെ ലിമിറ്റേഷൻ അല്ല. നീഡ് കമ്മ്യൂണിക്കേഷൻ, ഇത് ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ഇൻഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്. വൺസ് ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വേണം, അല്ലെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ആ ഒരു പീരീഡ് വരെ ആ സെയിം ബഡ്ജറ്റിലാണ് നിൽക്കേണ്ടത്. അതാണ് ബഡ്ജറ്റിംഗ്. സോ അതിൻ്റെ ആൻസർ എ ആണ്. ഇറ്റ്സ് വെരി റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആണ്. നോ വൺ ക്യാൻ ചേഞ്ച് ആസ് പെർ ദ വിഷ്. ഓക്കെ, സോ ആൻസർ ഈസ് എ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന പോലെ വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.